കർണാടകയിൽ ഗുരുപുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ടിബറ്റൻ സെറ്റിൽമെൻറ്റാണ്. അവിടുത്തെ പട്ടിക്കുട്ടന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അന്യായ ജാടയാണ് കേട്ടോ. Oh my god. ഗുരുവര വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടുത്തെ പട്ടികളൊന്നും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. നമുക്ക് പട്ടി വില ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു ബിസ്ക്കറ്റ് കാണിച്ചാൽ മതി, ഇവിടെ നമ്മുടെ കൂടത്ത് വരും. അതാണ് എന്താ അങ്ങനെ ഡാ ഒന്ന് നോക്കിയടാവേ. ഞാനിവിടെ വന്ന് ഒത്തിരി എണ്ണത്തിൻ്റെ പുറകെ കിടന്നു, ഓരോ എണ്ണം മൈൻഡ് ചെയ്യുന്നില്ല. ഡാ നിങ്ങളുടെ പേര് വേറെ ആയിട്ടാണോ? ഷാംഷോങ് ഷീങ്ഷും എന്താണോ അല്ലയാ ഡാവേ? കഴിഞ്ഞ ദിവസം നമ്മുടെ കർണാടക ട്രിപ്പിലെ വീഡിയോയിൽ ഒരു പട്ടിക്കുട്ടൻ്റെ വീഡിയോ കാണിച്ചില്ലേ? ഹസ്കിനെ നോക്കി നിന്നോൻ. അവനെ നിങ്ങൾക്കൊന്ന് പെറ്റ് ചെയ്യാൻ മേലായിരുന്നു ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിൽ നിന്ന് പെറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ളൊരു ചിരിയോ കളിയോ വർത്താനമോ നമ്മൾ കണ്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അടുത്ത് ഫുഡിന് വേണ്ടി വന്ന് നിൽക്കുന്ന ഡോഗ് ആണെങ്കിൽ പോലും ഒരിക്കലും പരിചയമില്ലാത്തൊരു ഡോഗിൻ്റെ തലയിൽ കയറി ടച്ച് ചെയ്യാനോ കൊഞ്ചിക്കാനോ നിൽക്കരുത്. ഇപ്പോൾ ഇവിടുത്തെ പട്ടിക്കുട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സിനോട് ശല്യമില്ല, പക്ഷേ ഒരു ഇൻറ്റിമസിയോ കൂട്ടമോ അത്ര കാണിക്കുന്നില്ല. നമുക്ക് വേണമെന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പക്ഷേ എപ്പോഴും റിസ്ക് ആണ്. അതുകൊണ്ട് മിണ്ടാതെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു പട്ടിയുടെ അടുത്ത് പോയി വായി കോലിട്ട് കിള്ളി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ പ്രസൻസിൽ അവൻ കംഫർട്ടബിളായിട്ട് കിടപ്പുണ്ട്, അത് തന്നെ ധാരാളം. ഇങ്ങോട്ട് കൂട്ടുകൂടാൻ വരുന്നവരോട് അങ്ങോട്ട് കൂട്ടുകൂടിയാൽ മതി. അതാണ് ഡോഗ്സിൻ്റെ കാര്യത്തിൽ ഒരു സേഫ്റ്റി നമുക്ക് പറയാനുള്ളത്. Goodbye. അല്ല, കുറേ സമയമൊക്കെ ഉണ്ടെങ്കിൽ ശരിയാ, നമുക്ക് സമയം എടുത്ത് കൊഞ്ചിച്ച് ലാളിച്ച് അവനെ വാശത്താക്കി ന്യൂട്രി കൊണ്ടുവരാം. പക്ഷേ ഇച്ചിരി കടുപ്പെടുത്തമായിട്ട് നിൽക്കുന്നവരെ പോയി കൊഞ്ചിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്.